വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് ബേക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ലോഗോയെ നമ്മൾ കേക്കാക്കി മാറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു AJI സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ സെൻഡ് ഓഫിന് ഓർഡർ വന്നിട്ടുള്ളതാണ് ഈ ഒരു ലോഗോയുടെ ഷേപ്പിലാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 kg ഒരു കേക്ക് എടുത്തിട്ടുണ്ട്. 2 kg 10 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കേക്ക് എടുത്തിട്ട് ഞാൻ 5 kg ബേസിലോട്ട് മാറ്റുകയാണ് കേട്ടോ. 18x18 സൈസ് വരുന്ന 5 kg ബേസിലോട്ട് ഒരു സൈഡിലോട്ടായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്, അവിടെ നമുക്ക് വേറൊരു കേക്കും കൂടി വെക്കാനുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലോട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലോഗോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 3 കളറ് മിക്സ് ആയിട്ടാണ് കേക്ക് ഉള്ളത്. അപ്പോൾ ആ 3 കളറ് നമുക്ക് ആക്കി എടുക്കണം. അപ്പോൾ ഒന്ന് ഞാൻ നിയോൺ ബ്രൈറ്റ് ഗ്രീൻ ചേർത്ത് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ സൂപ്പർ റെഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഡാർക്ക് റെഡ് വേണം. അപ്പോൾ കുറച്ച് അധികം തന്നെ റെഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്പിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് ക്രോമാക്കി യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് കളയാനും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു എഡിറ്റിംഗ് ആപ്പ് ഈസി ടു യൂസ് ആണ്. എല്ലാവർക്കും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഞാൻ ഇതിനു മുമ്പ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആവും കേട്ടോ. ഈസി ടു ഹാൻഡിൽ ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിലോട്ട് നമുക്ക് 2 കളർ തന്നെ മതിയാവും. ഇനി അടുത്തൊരു കേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിലോട്ട് നമുക്ക് വേറൊരു കളറും കൂടി വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് റെഡ് കളറാണ് വരുന്നത്. അപ്പോൾ റെഡ് കളർ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ എക്സ്ട്രാ വരുന്ന ക്രീം ഒന്ന് ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഗ്രീൻ കളറിൽ വരുന്ന ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് സൈഡിലോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സ്ക്രാപ്പറിൽ ഒന്നും കൂടി വലിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഡബിൾ കളറിൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നല്ല പാട് തന്നെയാണ്. എന്നാലും നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ റെഡ് കളറും ഗ്രീൻ കളറും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ എക്സ്ട്രാ വരുന്നതൊക്കെ ഇതുപോലെ പതുക്കെ മാറ്റുകയാണ്. കുറച്ചധികം സമയം തന്നെ എടുക്കും കേട്ടോ ഇങ്ങനെ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചൊന്ന് സാവധാനത്തിൽ ചെയ്തെടുക്കുക. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കേക്ക് വരുന്നത് 1 kg സ്ക്വയർ കേക്കാണ്. അപ്പോൾ ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ്. 8 ഇഞ്ച് പാനിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ, സ്ക്വയർ പാനിൽ. അപ്പോൾ ഇതും കൂടി ഞാൻ ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സൈഡിൽ നിയോൺ ബ്രൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ മുകളിൽ ബ്ലൂ ആണ് വരുന്നത്, നല്ല ഡാർക്ക് ബ്ലൂ, റോയൽ ബ്ലൂ ആണ്. അപ്പോൾ ഈ ബ്ലൂവും ക്രീമിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ കളർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറാണ് ഈ ലോഗോയിലുള്ളത്. എൻ്റെ മോള് പഠിച്ചിരുന്ന സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഈ വർഷമാണ് ഞാൻ അവളെ വേറെ സ്കൂളിലോട്ട് മാറ്റിയത്. അപ്പോൾ 2-3 വർഷം എൻ്റെ മോള് പഠിച്ച സ്കൂളും കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കും കൂടി ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചെടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് ഐസിങ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ കേക്ക് നമ്മൾ നന്നായിട്ട് ഫിനിഷിങ് ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് ഫിനിഷിങ് ചെയ്യാനുണ്ട്. പക്ഷെ ആ കളറൊക്കെ ഒന്ന് ജസ്റ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ കേക്ക് നടുവിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 2ആയിട്ട് നല്ല സെൻട്രലിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ കേക്ക് എപ്പോഴും ക്രം കോട്ടിങ് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വേണം കേട്ടോ ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ രാത്രി ഞാൻ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഈ 2 കഷ്ണം കൂടി നമുക്ക് നല്ല നീളത്തിൽ ഒരു ബോർഡിൽ, വലിയൊരു ബോർഡിൽ നല്ല നീളത്തിൽ വെച്ച് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റുക.
അപ്പോൾ നീളത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലോഗോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതൊരു ഷേപ്പിലാണ് ഉള്ളതെന്ന്. അപ്പോൾ ആ ഒരു ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ വലിയ ബോർഡിലോട്ട് നമ്മുടെ റൗണ്ട് കേക്ക് മാറ്റിയായിരുന്നല്ലോ, അതിൻ്റെ താഴെയായിട്ട് ഞാൻ ഇതും കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ മതിയാവും. എന്നിട്ട് നമ്മൾ ദാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കളയേണ്ടതോ അതൊന്നുമില്ല. ഇതിൻ്റെ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ആ സൈഡിൽ ഗ്യാപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്തോട്ട് കഷ്ണമാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഗ്യാപ്പിനനുസരിച്ചിട്ട് ഉള്ളിൽ അത് ഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ കേക്ക്. അപ്പോൾ ദാ ഇപ്പൊ ഈ ഒരു രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ലോഗോയുടെ ആ ഒരു രൂപത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഫ്രോസ്റ്റിങ്ങും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ദാ കുറച്ച് ഹൈറ്റിന്റെ ചെറിയൊരു പ്രശ്നം ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ 10 ഇഞ്ചിന്റെ കേക്ക് പാനിൽ ചെയ്തിട്ടുള്ള കേക്ക് നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെയിൽ 1 kg ചെയ്യുമ്പോൾ കുറച്ച് ഹൈറ്റ് കുറയും, വിഡ്ത്തേ കൂടുതൽ കിട്ടും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം അധികം തന്നെ ഞാൻ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹൈറ്റ് ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. സൈഡിൽ ഗ്രീൻ കളർ ക്രീം തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സൈഡ് ഭാഗം കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 കളറൊക്കെ ഒരു കേക്കിൽ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നല്ല പാട് തന്നെയാണ്. കളറ് എല്ലായിടത്തും മിക്സ് ആവാണ്ടൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ ആ ഒരു ബ്ലൂ കളറും ഗ്രീൻ കളറും കൂടി ചെറുതായിട്ട് സ്മഡ്ജ് ആയിട്ടുണ്ട്. എന്നാലും ഒരുപാടില്ല, കുറച്ചങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ അത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് അങ്ങനെ തന്നെ വിട്ടു. അത് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഷേപ്പല്ലേ ഇത്. അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് നല്ല പാട് തന്നെയാണ്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം ഞാൻ മുകൾ ഭാഗവും കൂടി ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ സൈഡ് ക്ലിയർ ചെയ്യുമ്പം ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു റെഡ് കളർ ഫിനിഷിങ് ഉണ്ടല്ലോ, അത് പോവാനും പാടില്ല. അവിടെ വേറെ കളർ ക്രീം ആവാനും പാടില്ല. മൊത്തത്തിൽ അങ്ങ് നല്ല പണി പിടിച്ചിട്ടുണ്ട് ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ദാ ഞാൻ ഈ ഒരു ബ്ലൂ കളറും ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫിനിഷിങ്, അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ മിഡിലോട്ടായിട്ട് ഞാൻ അതേ ലോഗോ തന്നെ പ്രിന്റ് എടുപ്പിച്ചിട്ടുണ്ട്. എഡിബിൾ പ്രിന്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ വേഫർ ഷീറ്റാണ് കേട്ടോ. വേറൊരു OHP ഷീറ്റിൽ ഇതുപോലെ ഷുഗർ ഷീറ്റ് വരുന്നുണ്ട്. അതാണെങ്കിൽ താഴെന്നിങ്ങനെ ഒട്ടിച്ചിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ കളഞ്ഞിട്ട് മുകൾ ഭാഗം മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കളയാനൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കൽ മാത്രമാണ്. ഇപ്പോൾ ഒരു റൈസ് പേപ്പറിനെ കണക്കത്തെ കുറച്ച് കട്ടിയുള്ള ഒരു ഇതാണ് കേട്ടോ, പ്രിന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഈ ഒരു പ്രിന്റ് ഞാൻ ഇതിന്റെ മിഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴെ പ്രിന്റ് വെച്ച് കൊടുക്കാൻ പാകത്തിന് പ്രിന്റ് വലിയ വലിപ്പത്തിൽ കിട്ടില്ല. നമുക്ക് A4ന്റെ ആ ഒരു സൈസിൽ മാത്രമേ എഡിബിൾ പ്രിന്റ് കിട്ടൂ. അപ്പൊ അതുകൊണ്ട് തന്നെ താഴോട്ട് ഞാൻ ഫോണ്ടന്റ് കട്ടർ വെച്ചിട്ട് എഴുതിയെടുക്കുകയാണ്. അപ്പൊ മേലെയുള്ള ആ ഒരു ഭാഗം മാത്രം അതിലൊരു ആ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതുന്ന പോലത്തെ ഒരു ലോഗോ ഒക്കെ അല്ലേ, അപ്പൊ അതൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് പ്രിന്റ് എടുപ്പിച്ചിട്ടുള്ളത്. താഴെതാ ഇത്രയും ചെറിയതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവൂല. പിന്നെ ഇതാ ആ ഒരു ലോഗോന്റെ സൈഡിൽ ഗ്രീൻ ബോർഡർ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ചെയ്തിട്ടുള്ള ഗ്രീൻ ബോർഡർ എല്ലാത്തിൻ്റെയും ആ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ചെറിയൊരു ഹോളാക്കി കൊടുത്തിട്ട് ഒരു ബോർഡർ പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. വലിയ ഫിനിഷിംഗ് ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ബോർഡർ. അപ്പം ദാ ആ ബോർഡറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫോണ്ടന്റ് കട്ടർ വെച്ചിട്ട് ആ എഴുതാനുള്ള ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. CBSE പിന്നെ കോഡ് നമ്പറും ആണ് എഴുതാനുള്ളത്. അപ്പോൾ ദാ നമ്മുടെ ലോഗോ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ലോഗോ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഓർഡറൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.